ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സേമിയ പായസമാണ്. അപ്പോൾ ഇതുവരെയും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടെ തന്നെ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കൂടി സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളാണ് നമ്മുടെ ഈ സേമിയ പായസം തയ്യാറാക്കി എടുക്കാനായിട്ട്. ഫസ്റ്റ് നമുക്ക് കാരമലൈസ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു 80 ഗ്രാം അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഒരു 80 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്, ഒരു 1/3. ഷുഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങനെ വെച്ചിരുന്നാൽ മതിയാവും. അപ്പോഴത്തേക്കും ഈ സൈഡിൽ നിന്ന് ഷുഗർ എല്ലാം ഒന്ന് ഉരുകി തുടങ്ങും. നല്ലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും നമ്മുടെ കാരമലൈസ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടതൊന്നും ആവശ്യമില്ല. ചെറിയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയാവും. 1 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഈ പഞ്ചസാര എല്ലാം ഇതുപോലെ മെൽറ്റായി തുടങ്ങും. അതിനുശേഷം നമുക്കിത് ചെറുതായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോഴത്തേക്കും ബാക്കിയുള്ള ഷുഗറും നല്ലതുപോലെ മെൽറ്റായിട്ടുണ്ടാവും. ഫ്ലെയിം ഒന്ന് ഉരുകി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിം ആക്കി കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ കാരമൽ പെട്ടെന്ന് കളറ് മാറിപ്പോവും. നല്ലൊരു ഗോൾഡൻ കളറിൽ മാത്രമേ നമ്മളിത് എടുക്കാൻ പാടുള്ളൂ. നന്നായിട്ട് കളറ് മാറുകയാണെന്നുണ്ടെങ്കിൽ ഈ കാരമലൈസിന് കയ്പുണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അപ്പോൾ അതിൻ്റെ പേരിൽ നല്ലൊരു ഗോൾഡൻ കളർ വരുന്നവരെ മാത്രമേ നമ്മളിത് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ കാരമലൈസ് നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, നല്ലൊരു ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് പെട്ടെന്ന് തന്നെ ബാക്കി ചേരുവകളോട് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് ബട്ടർ കൂടി. ആ ബട്ടർ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം പെട്ടെന്ന് തന്നെ നമ്മളിതൊന്ന് ചെയ്തേക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് ഉപ്പുള്ള ബട്ടറാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ പായസത്തിലേക്ക് ഒരു പിഞ്ച് അളവിൽ ഉപ്പ് ചേർക്കുമല്ലോ, ആ ഉപ്പ് നമുക്കിതിൽ ഒഴിവാക്കാം. അതല്ല, നമ്മൾ ഉപ്പില്ലാത്ത ബട്ടറാണ് ചേർക്കുന്നതെങ്കിൽ ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി ചേർത്തേക്കണം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് നെയ്യും ചേർക്കാവുന്നതേ ഉള്ളൂ. പശുവിൻ നെയ്യാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്, അതായാലും മതിയാവും. സാധാരണ നമ്മൾ സേമിയ പായസം തയ്യാറാക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾ ഈ പായസം തയ്യാറാക്കി എടുക്കുന്നത്. പക്ഷേ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റിലാണ് നമുക്ക് ഈ സേമിയ പായസം കിട്ടുന്നത്. ഇപ്പോൾ നമ്മുടെ ബട്ടർ എല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് അളവിൽ മിൽക്ക് മെയ്ഡ് കൂടിയാണ്, കണ്ടൻസ്ഡ് മിൽക്ക്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാല് കൊണ്ട് തയ്യാറാക്കുന്ന കണ്ടൻസ്ഡ് മിൽക്കും അതുപോലെ തന്നെ പാൽപ്പൊടി കൊണ്ട് തയ്യാറാക്കുന്നതും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഈ 80 ഗ്രാം പഞ്ചസാരയുടെ കൂടെ നമ്മളൊരു 1/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്കും കൂടി ചേർക്കുകയാണ്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്ത് ഉടനെ തന്നെ നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ നല്ലതുപോലെ എല്ലാം ഒന്ന് ഉരുകി ചേർന്നോളും. ഇതുപോലെ നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, എല്ലാം നല്ല കട്ടിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഈ പായസം തയ്യാറാക്കാനായിട്ട് 1 കപ്പ് അളവിലാണ് വറുത്ത സേമിയ എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് അളവിൽ വറുത്ത സേമിയയ്ക്ക് 1 ലിറ്റർ പാലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആ 1 ലിറ്റർ പാലും ഞാൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ചൂടോട് കൂടി വേണം നമ്മൾ ഇതിലേക്ക് ഒഴിക്കാനായിട്ട്. അല്ലാതെ നല്ല റൂം ടെമ്പറേച്ചറിലുള്ളതോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല തണുത്തതോ ആയ പാൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്നിട്ട് നമ്മുടെ കാരമലൈസ് പെട്ടെന്ന് കട്ടിയായി പോകും. പിന്നെ കുറച്ച് സമയം എടുക്കും ഈ പാലൊക്കെ നല്ലതുപോലെ ചൂടായിട്ട് വരാനും. അതിന് ശേഷം മാത്രമേ കാരമലൈസ് നല്ലതുപോലെ ഉരുകി കിട്ടുള്ളൂ. അതിൻ്റെ പേരിൽ ചൂടുള്ള പാൽ വേണം നമ്മൾ ഇതിലേക്ക് ചേർക്കാനായിട്ട്. നല്ല ചൂട് പാടില്ല, ചെറിയ ചൂട് മതിയാവും. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ഈ പാല് നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങണം. ചൂടായി തുടങ്ങിയതിന് ശേഷം മാത്രം നമ്മൾ സേമിയ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോഴത്തേക്ക് ബാക്കി എന്തെങ്കിലും കട്ട ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മാറിക്കിട്ടും. ഇപ്പോൾ നമ്മുടെ കാരമലൈസ് എല്ലാം നല്ലതുപോലെ മെൽറ്റായിട്ട് നമ്മുടെ പാലെല്ലാം നന്നായിട്ട് തിളച്ച് തുടങ്ങുകയാണ്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം
നമ്മുടെ സേമിയ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് അളവിനാണ് വറുത്ത സേമിയാണ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വറുക്കാത്ത സേമിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് നെയ്യിൽ വറുത്തിട്ട് വേണം ചേർക്കാനായിട്ട്. 1 ടീസ്പൂൺ അളവിൽ നെയ്യിൽ ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്താൽ മതിയാവും. അപ്പോൾ ആ വറുത്ത സേമിയയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. സേമിയയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനായിട്ടുണ്ട്, ഒരു 3 ഏലക്ക കൂടി. അപ്പോൾ ഏലക്ക നമ്മൾ ചേർക്കുമ്പോഴത്തേക്കും നല്ലൊരു ഏലക്കയുടെ ഫ്ലേവർ ഉണ്ടാവും. അതിന് ശേഷം നമ്മുടെ ഈ സേമിയ എല്ലാം പാലിൽ കിടന്നിട്ട് നല്ലതുപോലെ സോഫ്റ്റായിട്ട് വരണം. എപ്പോഴും നമ്മൾ സേമിയ പായസം തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നല്ല കറക്റ്റ് അളവിന് നമ്മൾ, അതായത് നല്ല കട്ടിക്ക്, നമുക്ക് എത്ര കട്ടിയാണോ സേമിയ പായസത്തിന് വേണ്ടത് ആ ഒരു അളവിൽ നമ്മളിത് ഇറക്കാൻ പാടില്ല. കാരണം തണുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇത് കുറുകി വരും. അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ സേമിയ പായസം ആ സമയത്ത് ചൂടോടുകൂടി ഇറക്കി വെക്കാനായിട്ട്. നമ്മുടെ പാലെല്ലാം നന്നായിട്ട് തിളച്ചിട്ട് വരികയാണ്. ഇനി ഇതൊരല്പം ഒന്ന് കുറുകി കിട്ടണം. അപ്പോഴത്തേക്കും നമ്മുടെ സേമിയ പായസം എല്ലാം നല്ല കറക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതുപോലെ നല്ല കറക്റ്റ് അളവിന് നമ്മുടെ സേമിയ പായസം കിട്ടും. ഈ ഒരു രീതിയിലാണ് ഞാനിത് ഇറക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. വീണ്ടും ഇത് ചെറുതായിട്ട് തണുക്കുമ്പോഴത്തേക്കും കുറുകി വരും. അപ്പോൾ അങ്ങനെ കുറുകി വരികയാണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ തണുത്തതിന് ശേഷം നന്നായിട്ട് കുറുകി പോവുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നീട് നമ്മളിതിലേക്ക് പാൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തണുത്തതിന് ശേഷം കുടിക്കുന്ന കാര്യമാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സേമിയ പായസമാണ്. നമ്മളിൽ അധികം പേരും ഇങ്ങനെയൊന്നും സേമിയ പായസം വെക്കാറില്ല. പക്ഷേ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ പായസം കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഉള്ളത്. ഒരു ലൈറ്റ് ചോക്ലേറ്റിൻ്റെ കളർ പോലെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ നമ്മളൊന്ന് നെയ്യിലൊന്ന് വറുത്ത് ചേർക്കുമ്പോഴാണ് ആ പായസത്തിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവറും ടേസ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കിതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മിസ് ചെയ്യാതെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഈ ഓണത്തിന് നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കൊരു സ്പെഷ്യൽ അനുഭവം തന്നെയായിരിക്കും. ഒരുപാട് റെസിപ്പീസ്, സദ്യ റെസിപ്പീസും അതുപോലെ തന്നെ ഒരുപാട് പായസത്തിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഓണം സദ്യ സ്പെഷ്യൽ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് തയ്യാറാക്കി അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കണം. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം മറക്കാതെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.